വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു അംബ്രല്ല സ്കേർട്ടും ക്രോപ്പ് ടോപ്പും കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നെക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ 3.25 വീതിയിലും 5 ഇറക്കത്തിലുമാണ് ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് 6 ഇറക്കത്തിലും 3.25 വീതിയിലുമാണ്. ഒരു ലൈനിങ് ക്ലോത്തിൽ നമുക്ക് ക്യാൻവാസ് അടിച്ചെടുക്കാം. ബാക്ക് സൈഡ് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നെക്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അത് ചീത്ത വശമാണ്, ഇതാണ് നല്ല വശം, ലൈനിങ് ആണ് അത്. പിന്നെ നമ്മുടെ തുണിയുടെ ചീത്ത വശവും നല്ല വശമാണ് മുകളിൽ വെച്ചേക്കുന്നത്. രണ്ടും നല്ല വശമാണ്. ഇനി ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാവേ. തെന്നിപ്പോകാൻ ചാൻസസ് കൂടുതലാണ്. വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ, മെയിൻ ക്ലോത്തിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് നെക്ക് അടിച്ച് മറിച്ചിട്ടെടുക്കാം. പതിച്ചും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാൻവാസ് പേപ്പറും ലൈനിങ്ങും കൂടെ ഒന്ന് പതിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് മാറ്റുക, ക്യാൻവാസും ലൈനിങ്ങും മാത്രം അടിച്ചെടുക്കുവാണ്. എന്നിട്ട് തന്നെ 4 വശവും അടിച്ച് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ബാക്ക് സൈഡും ഇതേ രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡാണ് ഇത്. ബാക്ക് സൈഡ് നിവർത്തിയിട്ടു. ഇനി ഫ്രണ്ട് സൈഡ് കൂടെ നല്ല വശമാണ് അകത്ത് പോയേക്കുന്നത്. നമുക്കിനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതായത് ഈ രീതിയിൽ ഷോൾഡർ ഞാൻ ഒന്ന് ചരിച്ച് ജോയിൻ ചെയ്തെടുത്തു. അതൊന്ന് പതിച്ചുകൂടെ കൊടുക്കണം. ഇനി നമുക്ക് 4 മടക്കിയിട്ട് ആം ഹോൾ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. കറക്റ്റായി 4 മടക്കിയിട്ട് കറക്റ്റ് 5.5 ഞാൻ കൊടുക്കുന്നത്. പിന്നെ താഴത്തൂടെ നമുക്കൊന്ന് കറക്റ്റായിട്ട് വേസ്റ്റ് പാർട്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അവിടുന്ന് ചെസ്റ്റ് നമ്മുടെ 7.25 അവിടുന്ന് ഒരു 3/4 ഇഞ്ചിൽ നമുക്ക് ആം ഹോള് ചരിച്ച് വരച്ചു കൊടുക്കാം. താഴ്ഭാഗവും കറക്റ്റായിട്ട് വെട്ടിക്കൊടുത്തു. അതേപോലെ ആം ഹോളും വെട്ടിയെടുക്കുവാണേ. വേസ്റ്റ് പാട്ടൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. 2 സൈഡും ബാക്കും ഫ്രണ്ടും ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കുക. അതും മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് ഹുക്ക് വെക്കണമല്ലോ. അതിന് 16 ഇഞ്ചിലും 5.5 ഇഞ്ച് വീതിയിലും 2 തുണി എടുത്തിട്ടുണ്ട്. ഇതേപോലെ അതൊന്ന് 4 മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബാക്ക് സൈഡിൽ കറക്റ്റ് സ്ട്രൈറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ ഹുക്ക് വെക്കാനുള്ളൊരു പടി വെച്ച് കൊടുക്കണം. അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡും വെച്ചിട്ട് നേരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണ്. അകത്തേക്ക് മടക്കി വെച്ച് തയ്യൽ തുമ്പൊന്നും കാണാതെ അത് നിവർത്തി വെച്ചിട്ട് പതിച്ചൊന്ന് അടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ തുമ്പത്തൂടെ ഒന്ന് പതിച്ചടിക്കുവാണ്. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാനൊന്ന് എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടി ചെയ്തതാണ്. ഇനി നമുക്ക് അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു പടി അത് താഴ്ഭാഗത്താണ് വെക്കുന്നത്, നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഹുക്ക് വെക്കാനുള്ളത് മേൽഭാഗത്ത് വെച്ചു, ഇത് താഴ്ഭാഗത്ത് വെച്ചിട്ടാണ് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി അതിനെ ഒന്ന് പതിച്ചടിക്കുന്നുണ്ട്. ഇനി അത് മുകൾ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കതിന് ഒരു 2 ഇഞ്ച് വീതിയിൽ ഹുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 ഇഞ്ച് കൂടുതലൊന്നും ഇടരുത്. അത് നമുക്ക് ഹുക്ക് ഇടുമ്പോഴത്തേനും അത് ഓപ്പൺ ആയിട്ട് നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 2 അല്ലെങ്കിൽ 1.25, 1.5 അത്രയൊക്കെ മതി. അപ്പോൾ അതേപോലെ ഞാൻ ഇത് ഫുള്ള് ഇട്ടെടുക്കുവാണ്. ഇനി നമുക്കത് രണ്ടും പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം, സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഹുക്ക് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുവാണ് ഞാൻ. ഹുക്കല്ല, പിന്ന് ഫ്രണ്ട് ആം ഹോളൊന്ന് എടുത്ത് വെട്ടാം. ഇനി നമുക്ക് 4 തുണി മടക്കിയിട്ട് ഒന്നുകൂടെ റീമാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ചെസ്റ്റ് വരുന്നത് 7.25, വേസ്റ്റ് 10 കൊടുത്തെടുക്കുന്നത് 6.25.
ഹിപ്പ് വരുന്നത് 7.25. ഇനി ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവേ. അപ്പുറത്തെ സൈഡും അതേപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിട്ടെടുക്കാം. അതായത് ഇപ്പം ഞാൻ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതേപോലെ 2 വട്ടം മടക്കി അടിച്ചിട്ട് നമുക്ക് ഓരോ മുകൾ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല വീതിയിലാണ് ഞാനിപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 16 ഇഞ്ച് വീതിയിൽ തുണി വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വീതിയിൽ തന്നെയാണ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. താഴത്തെ സൈഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേപോലെ എന്നാൽ മാത്രമേ നല്ല പൊങ്ങി നിൽക്കത്തുള്ളൂ. നമ്മുടെ പഫ് ഒരേ സൈഡിലായി പോയാൽ ഒതുങ്ങിപ്പോവും. താഴ്ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതേപോലെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഒരു 1/2 ഇഞ്ച് വീതിക്കാണ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ കറക്കി ജോയിൻ ചെയ്തെടുക്കുക. 2 സ്ലീവും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി കൈവണ്ണം വരുന്നത് 4.25 4.25 മാർക്ക് ചെയ്തിട്ട് അത് നമ്മുടെ കൈക്കുഴിയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നമുക്കൊരു 2-3 സ്റ്റിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കണം. പിന്നെ പുറകിലൊരു വള്ളി വെച്ച് കൊടുക്കാം. 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വള്ളിക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ 2 തുണി കട്ട് ചെയ്തെടുക്കുവാണ്. ഒരു 20-22 നീളമൊക്കെ മതി. ഇനി നമുക്ക് തിന്നായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അധികം വീതിയില്ലാതെ തിന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ലൂപ്പ് ടേണർ വെച്ചിട്ടാണ് ടേൺ ചെയ്തെടുക്കുന്നത്. എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ ലൂപ്പ് ടേണർ. നല്ല തിന്നായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് സെയിം കളർ തുണി വെച്ചിട്ട് തന്നെ വള്ളി അടിച്ചെടുക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണത്. വളരെ നാരോ ആയതുകൊണ്ട് തന്നെ നമുക്ക് തിന്നായിട്ടുള്ള വള്ളി കിട്ടും കേട്ടോ. ഞാനിത് എവിടെ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കണ്ടപ്പോൾ. ബട്ട് 60 റുപ്പീസിന് എന്തോ വാങ്ങിയതാണ്. ബട്ട് 60 റുപ്പീസിൻ്റെ എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അതിന് ചെറിയ ഗ്യാതറിങ് വെച്ച് കൊടുക്കുക. അതിന് 2 കളറിലെ ക്ലോത്ത് ഞാൻ സ്ട്രൈറ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്, ചുമ്മാ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് കോൺട്രാസ്റ്റ് കളറായതുകൊണ്ട് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് മേടിക്കേണ്ട വർക്കാണ് ഇതൊക്കെ നല്ല ടൈം എടുക്കും, നമ്മൾ കാണുന്ന പോലെയല്ല. ഇതേ രീതിയിൽ ഞാൻ 2 സൈഡിന് വേണ്ടിയിട്ടും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെയ്തെടുത്തത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഹുക്കൂടെ വെച്ച് നമ്മുടെ ബ്ലൗസിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് നോക്കാം. സ്കേർട്ട് 2 പാർട്ടായിട്ടായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 2 പാർട്ടിന് ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. നല്ല വശമാണ് അകത്ത്. ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അത് പതിച്ചടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സ്റ്റിച്ച് പൊട്ടിപ്പോകാനൊന്നും ചാൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിലും മതി.
പിന്നെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം. ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കണം. ഇതേ രീതിയിൽ ലൈനിങ്ങിൻ്റെയും അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ലൈനിങ് ആണ് അത്. ഇതാണ് മെയിൻ ക്ലോത്ത്. ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും ഓപ്പോസിറ്റ് സൈഡ് ഇതിപ്പോൾ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. ഇതേ രീതിയിൽ കറക്കി ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മുടെ നല്ല തുണിയും ലൈനിങ്ങും കൂടെ ഒന്ന് അകത്തേക്ക് മടക്കി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഇഞ്ച് നീളത്തിൽ. അങ്ങനെ 2 സൈഡും അകത്തേക്ക് മടക്കി വെച്ചു. സ്റ്റിച്ച് അകത്ത് പോകണം. അതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും മടക്കി ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ പാവാടയിലോട്ട് ക്ലോസ് ചെയ്ത സൈഡാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. സ്റ്റിച്ച് കാണാത്ത രീതിയിൽ, സ്റ്റിച്ച് അകത്ത് പോകുന്ന രീതിയിൽ ഒന്ന് പടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതേ രീതിയിൽ ഫുള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി പതിച്ചടിക്കേണ്ട കാര്യമില്ല, ഞാനൊന്ന് പതിച്ചെടുക്കുവാണ്. പതിച്ചടിച്ച് അതിൻ്റെ ഒരു സൈഡിലൂടെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ 5 ഇഞ്ച് രീതിയിൽ നമ്മൾ മടക്കി അടിച്ചില്ലേ, അവിടെ നിന്ന് താഴോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട, ഫുള്ളി ജോയിൻ ചെയ്തെടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തത്. ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ മാറ്റി ജോയിൻ ചെയ്തുമില്ല. നല്ല ഫ്രില്ലുള്ള തുണി ആയതുകൊണ്ട് പിഞ്ചി പോത്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കണം. നമ്മുടെ ഹിപ്പെന്ന് പറയുന്നത് 27 അപ്പോൾ 27-ൽ നിന്ന് ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് പടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ലൂസായിട്ടിരുന്നാൽ പാവാട ഇറങ്ങി പോകും. അപ്പോൾ അവിടെ ഒരു പടി വെക്കാനായിട്ട് 14 ഇഞ്ച് നീളത്തിലും 3.5 ഇഞ്ച് വീതിയിലുമാണ് ഈ തുണി എടുത്തേക്കുന്നത്. ഇനി ഈ തുണിയുടെ 2 സൈഡും മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ആ ഹുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇതാണ് എനിക്ക് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാകുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും ക്രോപ്പ് ടോപ്പിന്. അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുവാണ്. ഇത് നമ്മുടെ ഹുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹിപ്പ് 27 27-ൽ നിന്ന് കുറച്ച് ഒരു 25-24 നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ 2 സൈഡും ഇപ്പം ഞാൻ അടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഹുക്ക് വെക്കുന്നിടത്ത് നിന്നും ഒരു 25-24 രീതിയിലാണ് ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹുക്ക് ഇട്ടാൽ മതി. ടൈറ്റ് ആവണമെങ്കിൽ ടൈറ്റ്, ലൂസ് ആവണമെങ്കിൽ ലൂസ്. അപ്പോൾ അതായത് ഈ രീതിയിൽ നമുക്ക് ആ ഹുക്ക് ഈ മോഡൽ ഹുക്കാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇനി ഔട്ട്ലുക്ക് കണ്ടാലോ, കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ചെറിയൊരു ഹാൻഡ് വർക്ക് ഞാൻ ഫ്രണ്ടിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റായിട്ട് അംബ്രല്ല സ്കേർട്ടും ക്രോപ്പ് ടോപ്പും എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ആരും ഇതറിയില്ലെന്ന് പറയില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.